ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാനിപ്പോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാല് ആസാമിലാണ്. ഗുവാഹത്തി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു 5-6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം വന്നിട്ട് തേസ്പൂർ, അതാണ് സ്ഥലം. അപ്പം ഇവിടുന്ന് ഇന്ന് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്, അതായത് അരുണാചൽ പ്രദേശ് ആ ഒരു സൈഡിലോട്ടാണ്. അപ്പൊ പോകുന്ന വഴിക്ക് പലതും കണ്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മളെന്തായാലും റെഡി ടു എക്സ്പ്ലോർ. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാല് ഇറങ്ങുമ്പോ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എണീക്കുമ്പോഴത്തേക്ക് നല്ലൊരു വൈബാണ്, നല്ലൊരു തണുപ്പ് മൂടാണ്. പക്ഷെ ഇവിടെ വരുന്ന വഴിക്ക് ഞാൻ കുറെ കണ്ടായിരുന്നു. അതായത് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഗുവാഹത്തിയിൽ അവിടെ നിന്ന് റീച്ച് ആയിട്ട് ഒരു ലഗേജ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരു 5, അതായത് അവിടുന്ന് ജേർണി ഇങ്ങോട്ടേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. സോ ആ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈമായിരുന്നു. അതെനിക്ക് എന്തായാലും പറയണം, കാരണം നല്ലൊരു ടൈമായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലനായിരുന്നു. ഏറെക്കുറെ നമ്മുടെ ആ ഒരു നാട് അല്ലെങ്കിൽ ഒരു പച്ചപ്പ്, അങ്ങനെ ഒരു വയനാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് വെച്ചാല് എന്താ പറയാ, എന്റെ ചെവിയൊക്കെ അടഞ്ഞു. എനിക്ക് എന്താ പറയാ, ചിലപ്പോൾ സൗണ്ടിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഹൈറ്റിന്റെ ഇതൊരു കാരണം കൊണ്ടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എക്സ്പ്ലോറിങ്. സോ അതൊന്നും നമുക്കൊരു ഈ കാര്യമാണ്, എന്നാലും കാര്യമില്ല. ഓക്കെ, അപ്പം എന്തായാലും പോകുന്ന വഴിയിൽ കാണാം എന്തൊക്കെ മനോഹരമായ കാഴ്ചകൾ, അല്ലെങ്കിൽ എങ്ങനത്തെ വ്യൂസ് ആണ്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചിലപ്പോ എന്നെ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും അത് പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയണം. അതൊക്കെ എനിക്ക് പുതിയ വീഡിയോസ് ഇടുന്നതിന്റെ ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ജേർണി സ്റ്റാർട്ട് ആവുന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. Come on. ഇതാണ് ഗൈസ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, പിന്നെ ദോശന്റെ ഊത്തപ്പാണെന്ന് തോന്നുന്നു, ചട്നി, സാമ്പാർ, പരിപ്പ്, പിന്നെ അതെന്ത് സാധനം എനിക്ക് അറിഞ്ഞൂടെ, കഴിച്ചു നോക്കാം. ഓക്കെ, ഗായ്സ്, അപ്പൊ നമ്മളെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഞാനെന്തോ പാലക്കാട് വന്നെത്തിയ ഒരു ഫീലാണ് എനിക്ക്, സത്യം. കുറച്ച് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് എന്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന കണ്ടുനോക്കാം. ആസാം ഇന്ത്യയുടെ വടക്കു കിഴക്കുള്ള സംസ്ഥാനമാണ്. ഹിമാലയൻ താഴ്വരയുടെ കിഴക്കുഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നിവയാണ് ആസാമിന്റെ അതിർത്തി സംസ്ഥാനങ്ങൾ. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നു. 27 ജില്ലകൾ അടങ്ങിയ ആസാമിന്റെ തലസ്ഥാനം ദിസ്പൂരാണ്. ആസാമിനെയും മറ്റ് 6 അയൽ സംസ്ഥാനങ്ങളെയും ചേർത്ത് 7 സഹോദരിമാർ എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. അതായത് ഗുവാഹത്തി മുതൽ സിൽച്ചാർ വരെ. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. സമൃദ്ധമായ മഴയുടെ ഫലമായി വർഷം മുഴുവനും പച്ചപ്പോടെ കാണപ്പെടുന്ന സാൽ മരക്കാടുകൾ സംസ്ഥാനത്ത് കാണപ്പെടുന്നു. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളെക്കാളും കൂടുതൽ മഴ അസമിൽ ലഭിക്കുന്നു. ഈ മഴ ബ്രഹ്മപുത്ര നദിയെ പോഷിപ്പിക്കുന്നു. അതിന്റെ പോഷക നദികളും ഓക്സോബോ തടാകങ്ങളും ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ജലഭൗമ പരിസ്ഥിതി നൽകുന്നു. ആസാമിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രധാന വശം ഇന്ത്യയിലെ 6 ഭൗതിക ശാസ്ത്ര ഡിവിഷനുകളിൽ 3 ഇവിടെയാണ് എന്നതാണ്. വടക്കൻ ഹിമാലയം, വടക്കൻ സമതലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി. ബ്രഹ്മപുത്ര ആസാമിലൂടെ ഒഴുകുന്നതിനാൽ ഇവിടെ കാലാവസ്ഥ തണുപ്പാണ്. മാസത്തിൽ ഭൂരിഭാഗവും മഴയും ലഭിക്കും.
ഒരു നല്ലൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്ന വഴിയിലാണ് നമ്മൾ കണ്ടത്. പക്ഷെ നല്ല എന്താ പറയാ, എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല ഗൈസ്. എക്സൈറ്റ്മെന്റ് കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞൂടെ, നല്ല രസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ ഷോർട്സ് ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കൂ. നമേരി റിവർ അസമിലെ പശ്ചിമ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത നദിയാണ്. ഇത് നമേരി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നുവെന്നതാണ് അതിന്റെ പ്രധാന പ്രത്യേകത. നമേരി നദി സുതാര്യവും വേഗത്തിൽ ഒഴുകുന്നതുമായ ഒരു പർവ്വത നദിയാണ്. ഇത് മേഘാലയയും അരുണാചൽ പ്രദേശും കൂടെ ചേർന്ന് അതിർത്തിയിലൂടെ ഒഴുകുന്നു. അപ്പൊ നമ്മളിതാ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാല് ആസാമിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ബോർഡറിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആസാമിനോട് ടാറ്റാ ബൈ ബൈ പറയാണ്. ഏതൊരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട്, ചിലപ്പോ ഇതായിരിക്കും ആ ഗേറ്റ്. അല്ല, ഇവിടെ കുറച്ച് മുന്നേ തന്നെ വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരിക്കും. ഗവൺമെന്റ് ഓഫ് അരുണാചൽ പ്രദേശ്. യെസ്, കണ്ടു ഞാനത് കണ്ടു. എന്തായാലും നമ്മളിപ്പോ അരുണാചൽ പ്രദേശിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. കുറച്ച് എന്താ പറയാ, കുറച്ച് ടൈം എടുക്കും. ഇതൊരു ലോങ് ജേർണി ആയിരിക്കും. സോ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. മറ്റേ സാധനം ഇതാണ്ടേ കാണുന്നുണ്ടോ? സൂം ചെയ്തരാം. ഗവൺമെന്റ് ഓഫ് അരുണാചൽ പ്രദേശ് സെന്റർ. അപ്പൊ നമ്മള് എൻട്രാ ചെയ്തോന്ന് ചോദിച്ചാൽ വെൽക്കം ടൂന്റെ ബോർഡൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എൻട്രി എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പം നമ്മളെ ഗൈഡ് പോയിട്ടുണ്ട്, ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഗൈഡ് വന്നു കഴിഞ്ഞാല് നമ്മളിവിടുന്ന് അരുണാചൽ പ്രദേശ്, അതാണല്ലോ നമ്മളെ സ്പോട്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയേണ്ടിയെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണും, അല്ലെങ്കിൽ കാണാൻ പറ്റും. എന്റെ സന്തോഷം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിൽ കൂടി കാണാൻ പറ്റും. അത്രല്ല. ഗൈസ്, നമുക്കിതാ പെർമിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് പോവാന് നമുക്ക് എന്തായാലും പെർമിറ്റിന്റെ ആവശ്യമുണ്ട്. എന്റെ പേരും എന്റെ ID പ്രൂഫ്, പിന്നെ എന്റെ അഡ്രസ്, പിന്നെ എന്റെ ഫോട്ടോ. അങ്ങനെ നമുക്കിതാ പെർമിറ്റ് കിട്ടി, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. അരുണാചൽ പ്രദേശ് എന്നത് ഇന്ത്യയുടെ കിഴക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാദേശിക സംസ്ഥാനമാണ്. ഹിമാലയ പർവ്വതനിരകളാൽ ചുറ്റിപ്പെട്ടിരിക്കുന്ന ഈ സംസ്ഥാനം പ്രകൃതി സൗന്ദര്യത്താലും ജാതിമത വൈവിധ്യത്താലും ശ്രദ്ധേയമാണ്. അരുണാചലിൽ 25 മുതൽ 30 വരെ ഗോത്രകൂട്ടങ്ങൾ ജീവിക്കുന്നു. ഇവർക്ക് തങ്ങളുടെ സ്വന്തം ഭാഷയും ആചാരങ്ങളും ഉണ്ട്. അരുണാചൽ എന്നത് സംസ്കൃതത്തിൽ അരുണോദയത്തിന്റെ ഭൂമി എന്നാണ് അർത്ഥം. സൂര്യോദയം ആദ്യം കാണുന്ന ഇന്ത്യൻ ഭൂഖണ്ഡം. നമ്മള് കുറച്ചു നേരം ഓടി കഴിഞ്ഞപ്പോ ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നു. നല്ലൊരു ഓപ്പൺ ഡേ. സോ വി തോട്ട് ചായ കുടിക്കാൻ. അപ്പൊ നമ്മളിപ്പോ എത്തിയുള്ളതെന്ന് വെച്ചാൽ ഓർക്കിഡ് റിസർച്ച് സെന്റർ ഓഫ് ടിപ്പി. ഇപ്പം നോക്കി നോക്കാൻ നല്ല രസമുണ്ട്. ഒരു ആംബിയൻസ് ഉണ്ട്, ഒരു നാച്ചുറൽ ആംബിയൻസ് ആണ്. കുറെ ടീംസ് ഒക്കെ ഉണ്ട്.
നമ്മൾ ആദ്യം റിവർ വ്യൂവിലേക്ക് പോവാം. എന്തായാലും പോവാം. ഞാൻ എന്തായാലും കുറച്ച് ആസ്വദിക്കട്ടെ. നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള വക ഞാൻ എന്തായാലും ഇതിന്റെ പിന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഓർക്കിഡ് റിസർച്ച് സെന്റർ അരുണാചൽ പ്രദേശിലെ ടിപ്പി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഓർക്കിഡ് പൂക്കൾക്കും അവയുടെ ഗവേഷണത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഒരുക്കിയ ഒരു സുപ്രധാന കേന്ദ്രമാണിത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർക്കിഡ് ശേഖരങ്ങളിൽ ഒന്നാണ്. 1972 സ്ഥാപിതമായത്. ഇവിടെ 1000-ലധികം ഓർക്കിഡ് ഇനങ്ങൾ സംരക്ഷിക്കുകയും ഗവേഷിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പുഷ്പശാലകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന റിവറിന്റെ പേരാണ് ഖമെങ് റിവർ. ഇത് നമ്മള് സ്കൂള് കണ്ട് പഠിക്കുന്നില്ലേ, ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്ന ആ സാധനമാണ് ഈ സാധനം. അരുണാചൽ പ്രദേശ് ജനങ്ങൾ കൃഷിയിൽ, ഹസ്തകലയിൽ, സൈനിക സേവനങ്ങളിൽ, ടൂറിസത്തിൽ, വനസംരക്ഷണത്തിൽ എന്നിങ്ങനെ നാനാതരം മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ജോലി ജീവിതം പ്രകൃതിയോടും പാരമ്പര്യത്തോടും ചേർന്ന് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ വേറൊരു നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്, കാണിച്ചുതരാം. നമ്മൾ അടുത്തൊരു ഓർക്കിഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കിഡ് സാങ്ച്വറി. ഇവിടെ കേറിയപ്പോണ്ടല്ലോ മണ്ണിന്റെ ഗന്ധം. നമ്മളെ നാട്ടില് എല്ലായിടത്തും സാധാരണ കുറെ കാലങ്ങൾക്ക് ശേഷം മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു മണമില്ലേ, ഒരു മണ്ണിൻ്റെ മണം. അതിവിടെ മഴ ഇല്ലാണ്ട് എനിക്ക് മണക്കുന്നു. ശുദ്ധവായു ഗായ്സ്, ശുദ്ധവായു. ഇവിടെ വല്ല വന്യമൃഗങ്ങൾ ഉണ്ടാവോ? കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ പേടിയുണ്ട്, എന്നാ പേടിയില്ല. എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചാ ആരും കാണുന്നില്ല. ഇത് പോകുന്ന സ്ഥലമാണോ? ആ, പോയി നോക്കാം.
വേണമെങ്കിൽ കയറി നോക്കാം അല്ലേ? ഫുൾ ഓഫ് കാടാണ്. എന്തോ പുളി പോലത്തെ സാധനം. നേരെ തന്നെ പോവാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു. ബട്ടർഫ്ലൈ. പേടിക്കാനൊന്നുമില്ല. ഇറ്റ്സ് ബട്ടർഫ്ലൈ. പെട്ടെന്ന് എന്നെ പറഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു. പാമ്പ് എന്നൊക്കെ വിചാരിച്ചു. മൈ പൊട്ടത്തരം. മൈ ഒണ്ണാനുള്ളി പൊട്ടത്തരം. നെവർ മൈൻഡ് ഇറ്റ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താന്ന് വെച്ചാൽ ഒരു ഫ്രഷ് എയർ, നേച്ചർ അധികം മൂക്കിലോട്ട് കയറ്റിയാൽ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ പോകും. സോ അങ്ങനെ അധികം വലിക്കാണ്ട് നല്ല ആസ്വദിച്ച് പോവാം. എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഷൂവിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവും. ഇവിടെ ഉണ്ടല്ലോ. ഇതെന്തേലും ഈ സാധനം കാണുന്നുണ്ടോ? അങ്ങനെ ഇതേപോലെ ഇപ്പുറത്ത് പോകുന്ന വഴിയിലൊക്കെ ഇപ്പുറത്തായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ഇപ്പോഴാ സമാധാനമായി. എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ആളാന്ന് തോന്നുന്നു. പെട്ടെന്ന് വിചാരിച്ചു വേറെ ആരേലും. എനിക്കിപ്പോൾ പലത് വിചാരിക്കാമല്ലോ. യുദ്ധത്തിൻ്റെ ഒക്കെ സമയമായതുകൊണ്ടേ നല്ല ടെൻഷനുണ്ട്. കാര്യമില്ല. ഇവിടുത്തെ ബട്ടർഫ്ലൈസ് തന്നെ വല്ലാണ്ട് പേടിപ്പിക്കുന്നു. ഗൈസ്, നിങ്ങളത് കാണുന്നുണ്ടോ? സീൻ അളിയാ, സീൻ. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗുഡ്. ഡൽഹിയിലൊക്കെ പോയപ്പോഴേ ഒരു മെട്രോ സിറ്റി എന്നൊക്കെ പറയുമ്പം കുറച്ച് എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, മൊത്തത്തിൽ പൊല്യൂഷൻ ആണല്ലോ. ആ ഒരു ഇത് കഴിഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ആ ഒരു ഇത് കഴിഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്വപ്നത്തിലെ ട്രാവൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചാൽ കേൾക്കാം. മെല്ലെ പോയാൽ മതി. ഞാനും മെല്ലെ നടക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് കിതപ്പ് വരുന്നുണ്ട്. സാരില്ല. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
ശരിക്കൊരു AC ഇട്ട പോലെ. കാട്ടിൻ്റെ ഉള്ളിൽ ആരോ AC ഇട്ടിരിക്കുന്നു. ഞാനെന്ത് ധൈര്യത്തിലാ ഈ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പോവാം. ഈ വഴി ഒരെണ്ടില്ലേ? എന്തില്ലാത്ത വഴിയാണോ? അങ്ങനെ വലിയ വലിയ എട്ടാലുകളൊക്കെ കാണുന്നു. കൂറേനെ പേടിയുള്ള ഞാനാണ് ഇവിടെ ഒരു കാട്ടിൽ വന്നേക്കുന്ന ഗായ്സ്. പടച്ചോനെ കാത്തോളേ. ആ മൈലാഞ്ചിൻ്റെ ഒക്കെ സ്മെല്ല് ഇതൊക്കെ എന്താണോ? ഉള്ള വഴിയാണോ? ആക്ച്വലി എനിക്ക് പേടിയാവുന്നു. ഐ തിങ്ക് ഇവിടെ നിർത്താന്ന് തോന്നുന്നു. മുകളിലേക്ക് ടാസ്ക് ആണോ അല്ലയോ പഠിച്ചാനേ അറിയില്ല. എൻ്റെ ഗൈഡ് ആക്ച്വലി പിന്നാലെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ. ഹായ് കുഞ്ഞിത്തവള, ഞാൻ വീഡിയോ ഇട്ടു. ദാണ്ട തുള്ളണ ചാട. അതാ എവിടെ വേറെ അറിയൂ തവളച്ചാവ് പോയി ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഗൈഡ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തേക്ക് അവിടെ സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു, പോണോ പോണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടു ഞാൻ കുറേ നേരം. അപ്പോൾ ഗൈഡ് എത്തിയപ്പം വാന്ന് പറഞ്ഞു. സോ ഞാൻ വിചാരിക്കും പാൻറ്റിലൊക്കെ ആയി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരുപാടധികം പോയാൽ ചിലപ്പോൾ സീനായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പാറ്റനെ കണ്ടാ പേടിക്കുന്ന ഞാൻ, അതുപോലെ പാമ്പൊക്കെ ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പുൽച്ചാടി ടാസ്കാണ്. ആക്ച്വലി സീനാണ്. അവിടെ പറയുന്നുണ്ട് ചെറിയ പാമ്പാന്ന്. സോ സിമ്പിൾ. ഇതൊന്നും അറിയാണ്ട് ഞാൻ നടന്നു വന്നു ഗൈസ്. വരുമ്പോൾ 2 പ്രാവശ്യം ആൾ കൈയൊക്കെ അടിച്ചടിച്ചിട്ടാണ് നടക്കുന്നത്. അത് 2 പ്രാവശ്യം അതാന്ന് പറഞ്ഞ് കാണിച്ച്. എനിക്ക് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ എനിക്ക് കാണുന്നില്ല സത്യം പറഞ്ഞാൽ. എന്താ ഇതാന്ന് സത്യം പറ. തവളനെ ചാടിയത് കൊണ്ട് മനസ്സിലായി, പിന്നെ ഒന്നിനും എനിക്ക് കാണുന്നില്ല. എന്നിട്ടിപ്പോൾ പുള്ളിക്കാരൻ പറയാം ഞാൻ എന്തിനപ്പം അവിടെ ഓടിച്ചെന്ന് പറഞ്ഞു. സ്മോൾ പാമ്പ്, സ്നേക്ക്. ഗൈസ് എന്തായാലും ഒന്നും സംഭവിച്ചില്ല. എന്തായാലും ഞാൻ പഠിച്ചോനെല്ലാം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഓ മാൻ, ഇതൊരു സീന് സാധനം ഗൈസ്. പാമ്പെങ്ങാനുണ്ടെങ്കിൽ ഞാൻ പെടും ഗൈസ്.
അങ്ങനെ നമ്മൾ ഈ ഒരു എന്തേലും പേര്, ഞാൻ എല്ലാത്തിൻ്റെ പേര് പെട്ടെന്ന് മറക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതൊന്ന് വായിലിങ്ങനെ വഴങ്ങി വരാൻ. അതെന്തോ അങ്ങനാണ്. എനിവേ